500 ഭാഷ 100 പടയപ്പ ലോകിയുടെ കഥ തിരക്കഥ സംഭാഷണം ഉച്ചം ഉഷ്ണയന മൂഞ്ചി കൃഷ്ണ. ഇന്റർവെല്ല് സീറ്റിൽ നിന്ന് എഴുന്നേക്കുന്ന് കാണുമെന്നാ പറഞ്ഞ, പക്ഷെ ഞാനൊക്കെ സീറ്റിൽ എഴുന്നേന്ന് പോയി. ജയിലറിന് താഴെയും വരും, പക്ഷെ വേട്ടയിന് ജസ്റ്റ് മുകളിലും വരും, അത്രേ ഉള്ളൂ. തുടങ്ങുമ്പോൾ പേട്ട, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ജയിലറിലെ സീന്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ അണ്ണാത്ത സീന്, ഇങ്ങനെ ഹൗസിനൊരു പവർ അല്ലേ ബ്രോ? പവർ ഹൗസിനൊരു പവർ കട്ടായി പോയി, പവർ ഇടയ്ക്ക് കട്ടായി പോയി. കാരണം അതുവരെ ഒരു സഫോക്കേറ്റിംഗ് ആയിരുന്നു, അപ്പോഴാണ് ഒരു ഫ്രഷ് എയർ കിട്ടുന്ന ഒരു ഫീൽ ആയിരുന്നു വന്നത്. രജനി നായകനല്ലേ? ആര്? രജനി ഓപ്പാണ്. വെൽക്കം ബാക്ക്. അരങ്ങമതിര വിസിൽ പറക്കവേ തലൈവർ ദർശനം, കൂലി ദർശനം. യെസ്, ലോക്കിയുടെ പാൻ ഇന്ത്യൻ പവർ ഹൗസ് സംഭവം. ഫസ്റ്റ് ഹാഫിന് പവർ ഇത്തിരി കുറവുണ്ടെന്നാണ് റിവ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ശരിക്കും കൊളുത്തിയൊന്ന് നമുക്ക് കൂലി കണ്ടിറങ്ങി ഓടിച്ചോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഹൈപ്പൊക്കെ ഒന്ന് ഇട്ടേക്കുക. അപ്പോൾ നേരെ കൂലി റിവ്യൂലേക്ക്. സൂപ്പർ സംഭവം ലോകേഷ് സംഭവം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഒരു 500 ഭാഷ 100 പടയപ്പ 1000 തന്നെ തുടങ്ങാം, പൊളിച്ചടക്കിയിട്ടുണ്ട്. പക്ഷേ രജനീകാന്ത് പ്രതീക്ഷിച്ചൊരു ഹൈപ്പ് കിട്ടില്ല, ഒരു പവർ ഹൗസ് ആയില്ലെന്ന് പറയുന്നത്. പവർ ഹൗസ് ഒക്കെ ആയിട്ടുണ്ട്. പവർ ഹൗസ് ഡബിൾ മടങ്ങ്, ട്രിപ്പിൾ മടങ്ങ് പവർ ഹൗസ്. ജയിലർ കിട്ടിയതിന്റെ ഡബിൾ അല്ല, ട്രിപ്പിൾ 1000 തന്നെ തുടങ്ങാം. അമീർ ഖാൻ എങ്ങനെയുണ്ട്? അമീർ ഖാൻ വലിയ ഇമ്പാക്ട് തോന്നി. ഉപേന്ദ്ര സൂപ്പർ, നാഗാർജുന എല്ലാരും സൂപ്പർ. പടം കൊളുത്ത് ഉറപ്പാണ്, കൊളുത്തി കഴിഞ്ഞു. പടം ആവറേജ് ആണ്, കൂലി കുറച്ച് കൂതറയാണ്, മൊത്തത്തിൽ വലിയ സുഖമില്ല. എന്നാലും കാണാം. ജസ്റ്റ് ഭയങ്കര ഇമോഷണലാണ് പടം. ഭയങ്കര ഇമോഷണൽ എന്ന് വെച്ചാൽ നമുക്ക് ആ ഇമോഷൻ കണക്ട് ആവുന്നില്ല, അതാണ് അതിന്റെ മെയിൻ പ്രശ്നം. അതുപോലെ ശ്രുതി ഹാസനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മോശപ്പെട്ട ആക്ടിങ്. ആമിർ ഖാനൊക്കെ എന്തിനു കൊണ്ടുവന്നെന്ന് പോലും അറിഞ്ഞില്ല. കാരണം ചുമ്മാ പാൻ ഇന്ത്യ ആകാൻ വേണ്ടി ഉപേന്ദ്രനെ ആമിർ ഖാനൊക്കെ കുറച്ച് സ്ഥലത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട്. രജനിഫൈഡ് മൊമെന്റ്സ് ഇല്ല, അതാണ് പ്രശ്നം. രജനിഫൈഡ് മൊമെന്റ്സ് കുറച്ചുള്ളത് നമുക്ക് പഴയ സീക്വൻസിൽ രജനീകാന്തിനെ കാണിക്കുക. ആ സമയം നമുക്കൊരു ഹരം കൊള്ളും, ആ സമയം കൊള്ളാം. പക്ഷെ അല്ലാതെ ഒരു ഇൻട്രോ പോലും രജനീകാന്ത് സാറിന്റെ ഒരു ഇമ്പാക്ട്, അതിനേക്കാളും നല്ല ഇൻട്രോ ആയിരുന്നു ഉപേന്ദ്രയ്ക്കും സൗബിനൊക്കെ കൊടുക്കും. പവർ ഹൗസിൽ പവർ വളരെ കുറഞ്ഞ പവറാണ്. പവർ അത്രയ്ക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെ പറയണം. സെക്കൻഡ് ഹാഫ് നമ്മൾ കുറച്ചു നേരം കണ്ടുകൊണ്ടിരിക്കാം. നമുക്കൊരു ആവറേജ് മൂവി, അയ്യോ ആവറേജ് മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ആവറേജ് മൂവി എന്ന് പറയാൻ പറ്റും. പിന്നെ സൗബിന്റെ, നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം, സൗബിന്റെ ഇതില് കുറച്ച് സീക്വൻസിൽ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നിറഞ്ഞ് കൊണ്ടാടാം. സൗബിനെ ഏറ്റവും നല്ല ബിൽഡപ്പായിട്ട് കൊണ്ടുവന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു ജാസിബി എടുത്തിട്ട് അതിൽ കുഴിച്ചു മൂടി കാണാൻ. പിന്നീട് തലൈവയുടെ കുറച്ച് ഷോയൊക്കെ ഉണ്ടായിരുന്നു പഴയ. പിന്നെ തലൈവരെ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് അവർ മൂന്നുപേരും കൂടെ അമീർ ഖാനെ ബിൽഡപ്പായിട്ട് അമീർ ഖാൻ വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ നേഴ്സറി പഠിക്കണം അംഗൻവാടിയിലെ പിള്ളേരെ പോലെ ജയിലറിന്റെ അടുത്ത് പറ്റൂല, ജയിലറിന്റെ അടുത്ത് വരും. അതിലെ പറഞ്ഞ ഇത്രയും ബിൽഡപ്പിനായ പേര് കേട്ട അമീർ ഖാൻ സാറിനെ കൊണ്ടുവന്നിട്ട് നേഴ്സറി പഠിക്കുന്ന അമ്പമാടിയിൽ LKG പിള്ളേരെ പോലെ ആക്കിയിട്ട് ഒരു ബീഡി കത്തിച്ച് കൊടുക്കണം. ഇത് തന്നെ ബീഡി. സൗബിന ഇത്രയും ബിൽഡപ്പായിട്ട് വന്ന് ലാസ്റ്റ് കൊണ്ടൊന്ന് പിടിച്ചു മൂടി കാണുന്നില്ല. എനിക്ക് അതിലാണ് വിഷമം. അതെ, അതിലേ പറയണത് കഥ തിരക്കഥ ലോകിയുടെ കഥ തിരക്കഥ സംഭാഷണം ഉച്ചം ഉഷ്ണയന മൂഞ്ചി കൃഷ്ണ. അല്ല ഞാൻ എന്താ പറയാ, ക്ലൈമാക്സ് ആണ് ഇതായത്. അതുവരെ ഫുൾ ലോകിയുടെ ആ ഒരു യൂഷ്വൽ ഫോർമാറ്റ് ആയിട്ട് തോന്നി. മ്യൂസിക്കും അതേ ഒരു റിപ്പീറ്റേഷൻ ഒക്കെ പോലെ തോന്നി. പക്ഷെ ക്ലൈമാക്സ് വന്നപ്പോ അമീർ ഖാൻ ക്ലൈമാക്സ് വർക്കായി ലൈക് നമ്മള് രജനിഫൈഡ് മൊമെന്റ്സ് ജയിലറിലൊക്കെ കിട്ടിയ പോലെ ഭയങ്കര മൊമെന്റ്സ് ഒന്നും ലൈക് തോന്നിയില്ല. എന്നാലും കുഴപ്പമില്ല. പക്ഷെ ക്ലൈമാക്സ് വന്നപ്പം അത്യാവശ്യം അമീർ ഖാനൊക്കെ വന്നപ്പോ പിടിച്ചുറയ്ക്കാൻ തോന്നിയ ഇല്ലല്ല. ആകെപ്പാട് അമീർ ഖാൻ, ഉപേന്ദ്ര ഇവരൊക്കെ വന്നപ്പോഴാണ് അവർ ഒരു അല്പമെങ്കിലും ഒരു സിനിമയ്ക്ക് ഒരു ആശ്വാസം കിട്ടിയത്. കാരണം അതുവരെ ഒരു സഫോക്കേറ്റിംഗ് ആയിരുന്നു, അപ്പോഴാണ് ഒരു ഫ്രഷ് എയർ കിട്ടുന്ന ഒരു ഫീൽ ആയിരുന്നു വന്നത്. രജനീകാന്തിനെ കണ്ടോണ്ടിരിക്കാൻ വയ്യ. അങ്ങനെയല്ല, നമ്മളിപ്പം എന്താ പറയാ, പുള്ളിക്ക് വയസ്സായി, നമ്മളൊരു അക്സെപ്റ്റ് ചെയ്യുക. പുള്ളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് നെൽസൺ ചെയ്തു, ജയിലറിൽ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് ഇല്ലേ. പുള്ളി നടന്നു വരുന്ന ആ ഒരു കുറെ പോർഷൻസ് ഇല്ല, വെറുതെ ഒരു സ്ലോ മോഷൻ ആണ്. ആ ഒരു സംഭവം ഇതിനകത്ത് വന്നില്ല. രജനിഫൈഡ് ആയില്ല, ഒരു BGM കാണാൻ ആ ഒരു രജനിഫൈഡ് സംഭവം വന്നിട്ടില്ല. ഒരു ആക്ച്വലി പറഞ്ഞ ഒരു എബോ ആവറേജ് ആ ഒരു ഫീലേ കിട്ടിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ജയിലറിന്റെ ഒരു ഇതൊന്നും കിട്ടിയില്ല. ജയിലറിന്റെ താഴെയും വരും, പക്ഷെ വേട്ടയിന് ജസ്റ്റ് മുകളിലും വരും, അത്രേ ഉള്ളൂ. അവസാനത്തെ ഒരു അരമണിക്കൂർ ഓക്കെയാണ്. അനിരുദ്ധിന്റെ BGM
ഇടയ്ക്ക് പാളിപ്പോയെങ്കിലും അവസാനം ഒന്ന് കുറച്ച് കൊണ്ടുവന്ന്. ആ പവർ ഹൗസ് പാട്ടൊക്കെ അവസാനമാണ് കൊണ്ടിട്ടത്. റോളക്സിനെ പോലെ ഒരു ഹൈ മൊമെന്റ് ഒന്നും അമീർ ഖാൻ കൊണ്ടുവരാനേ പറ്റിയില്ല. വെറുതെ ഹൈപ്പിന്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഒരു സിമ്പിൾ സ്റ്റോറി, അത്രേ ഉള്ളൂ. നമ്മൾ ട്രെയിലർ കണ്ട ഒന്നുമില്ല പടത്തില്. ട്രെയിലർ കണ്ടതേ ഉള്ളൂ സത്യം പറഞ്ഞു. അതിന് അപ്പുറത്തോട്ടൊന്നും ഇല്ല. നമ്മള് വെറുതെ ഹൈപ്പ് കൂട്ടി ഓരോ ആൾക്കാർ വന്നിട്ട് ഡീകോഡ് ചെയ്തെടുത്തു. LCUലുള്ളതാണോ അത് ഒരു ആവശ്യമില്ല. ഒരു സിമ്പിൾ മൂവി, അത്രേ ഉള്ളൂ. ഓക്കെ, അതാ കാര്യം. ഓക്കെ, എന്ത് പറ്റി? റോളക്സ് വരാത്തോണ്ടാണോ? റോളക്സ് വരാതൊന്നല്ല, പടത്തിൽ ഒന്നുമില്ല. ഒരു കോപ്പില്ല. അമീർ ഖാൻ വെറും കോമഡി പീസ്. എങ്ങനെയാണ് ലോകേഷിന്റെ സ്ഥിരം പരിപാടി? ലോകേഷിന്റെ പടമേ അല്ല ഇത്. ലോകേഷിന്റെ പടമേ അല്ല. വെറും വേസ്റ്റ്, പൈസ വേസ്റ്റ്. ഒരു മനുഷ്യൻ കാണാം. നെഗറ്റീവ് തോന്നിയത്? നെഗറ്റീവ്, ഫുള്ള് നെഗറ്റീവ്. ഒന്നും മനസ്സിലായില്ല. മൊത്തം പടം തുടങ്ങിയ പോലെ അവസാനം വരെ കിളി പോയായിരുന്നു. ഒട്ട് അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലായിരുന്നല്ലോ അങ്ങനെ കാണാൻ. അഴിഞ്ഞാട്ടൊന്നല്ല, അവനെ എന്താ പറയാ, അവനെ ബൂസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. അവനിക്ക് വേണ്ടിട്ട് മാത്രം എടുത്ത സിനിമ പോലെ. എന്താ പറയാ, അമീർ ഖാനും പുള്ളിയിലെ നായകൻ. ഏത് നായകനല്ലേ? ആര്? രജനി. കോപ്പാണ്. അറങ്കമതിര വിസിൽ പറക്കവേ. വിസിൽ പറത്തിയോ? വിസിൽ പറഞ്ഞില്ല, പകുതിയെ പറഞ്ഞോളൂ. അത്ര പോരാ അങ്ങോട്ട്. ഞാൻ ഇന്റർവെൽ പഞ്ച് എനിക്ക് അത്ര സുഖമായിട്ട് കിട്ടിയില്ല. നമ്മൾ വിക്രമും ലിയോയും ഒക്കെ നമുക്ക് ഒരു ഇലക്ട്രിഫൈങ് സാധനം, ജയിലറും ആ സാധനം കിട്ടിയില്ല. സെക്കൻഡ് ഹാഫ് ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫും വിചാരിച്ചത്ര കൊണ്ട് എനിക്കൊരു 50-60% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ. അത്ര അതിനപ്പുറത്തോട്ട് പോയിട്ടില്ല. സൈഫൈ ക്രൈം ട്രാവൽ പരിപാടി അല്ലല്ല, അതൊക്കെ നമ്മൾ പടം കാണണം. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുവന്നിട്ടൊരു കിടില ഇലക്ട്രിഫൈങ് എന്താ പറയുക ഇൻട്രോ പോലും കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിലും നല്ല ഇൻട്രോ അമീർ ഖാനും ഉപേന്ദ്രയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പടം എന്തൊക്കെയോ ഒരു ഫാൾട്ട് ഉണ്ട്. മൊത്തത്തിലൊരു അങ്ങോട്ട് പൊങ്ങുന്നില്ല. വർക്കായില്ലെന്നല്ല. ഇപ്പൊ അനിരുദ്ധിന്റെ മ്യൂസിക് ഉണ്ടായിട്ട് കുറെ എൻഹാൻസ് ചെയ്ത് പടം ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും രജനീകാന്തിന് പൊങ്ങുന്നില്ലെന്നാണോ? അല്ലല്ല, രജനീകാന്ത് എനിക്ക് അങ്ങോട്ട് അത്രയും വലിയ സൂപ്പർ സ്റ്റാർ. ഞാൻ ഭയങ്കര ഫാനാ. പക്ഷെ എനിക്ക് അങ്ങോട്ട് ആ ജയിലറിന് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, അതങ്ങോട്ട് കിട്ടുന്നില്ല. ലോകേഷിന് ലോകേഷിന്റെ വേ ഓഫ് മേക്കിംഗ് ഒക്കെ തന്നെ സിനിമ. പക്ഷെ ലോകേഷിന് പിഴച്ചാണോന്നറിയില്ല, സ്ക്രിപ്റ്റ് ആണോന്ന് അറിയത്തില്ല. മൊത്തത്തിലൊരു ഓവറോൾ നമുക്കില്ല വിക്രമിനും ലിയോയ്ക്കും ഒക്കെ കിട്ടിയ ഒരു എഫക്ട് ഉണ്ടല്ലോ, ഒരു ഇൻട്രോൽ പഞ്ചൊക്കെ. ആ ഒരു ലോക്കി സംഭവം പാൻ ഇന്ത്യൻ പവർ ഹൗസ്. പവർ ഹൗസ് ലൈറ്റ് ഹൗസ് ആയി, അങ്ങനെ വേണം പറയാം. ലോകേഷിന്റെ കരിയറിൽ ഏറ്റവും മോശം പടം മാസ്റ്ററായിട്ടാണ് വിചാരിച്ചത്. കൂലി ഇറങ്ങിയതിനു ശേഷം കൂലിയായി. കാരണം നമ്മൾ ഭയങ്കരമായ ഹോപ്പിൽ പ്രതീക്ഷിച്ചു. ഒന്നുമില്ലാതാക്കി കളഞ്ഞു. ഒന്നുമില്ലെന്ന് വെച്ചാൽ അമീർ ഖാനെ കൊണ്ടുവന്ന് ബംഗാളി പോലെ കൊണ്ട് നിർത്തി കളഞ്ഞു. ആ അവസ്ഥയായി പോയി. തുടക്കം പോലും അവസാനം വരെ ഒന്നും ഇല്ലാതാക്കി എന്തൊക്കെയോ തരാന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ലാതായി കളഞ്ഞു. അതായത് വിജയിയുടെ കൂടെ പണി നശിച്ച് വേറെ ഒന്നും പറയാനില്ല. നെഗറ്റീവായിട്ട് ലോകേഷ് രജനിയാന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ ട്വിറ്റർ ഇറക്കിയല്ലോ സ്റ്റാൻഡേർഡ് ഫിലിം. നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ പേട്ട, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ജയിലറിലെ സീന്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വരുമ്പോൾ അണ്ണാത്ത സീന്, ഇങ്ങനെ ഓരോ നമ്മൾ ഓരോ സീന് കാണുമ്പോൾ ഇത് ആ സിനിമയിലുള്ള സീനാണല്ലോ. കുറച്ച് സമയം വിക്രമിന്റെ സീനായിരുന്നു. അപ്പൊ ആ ഒരു ഇതോളം പറഞ്ഞുകൊണ്ട് എക്സ്പെക്ടേഷൻ പോയി. ട്രെയിലറിൽ കണ്ട പരിപാടികളൊന്നുമില്ല. ഇന്റർവൽ ബ്ലോക്ക് ഒന്നും അവര് അഡ്വലഞ്ചിലെ ഇന്റർവൽ ബ്ലോക്കൊക്കെ തിയേറ്റർ ഉറങ്ങിക്കൊണ്ടാണ് ഇരുന്നത്. അമീർ ഖാൻ വന്ന് കത്തിച്ചില്ല. അതില്ല, റോളക്സിന്റെ അത്രയും അമീർ ഖാൻ കത്തിച്ചിട്ടില്ല. റോളക്സ് തന്നെ ഇപ്പോഴും ടോപ്പ്. ഒരു വേട്ട ലെവലാക്കി കളഞ്ഞാണോ? വേട്ട ലെവലിലെ ഇതിനും കാട്ടി വേട്ട എത്രയോ കൊള്ളാം. നല്ലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അത്ര ഇഷ്ടപ്പെട്ടില്ല. അത്ര എന്ത് പറ്റി? ആ ഒരു കുറച്ച് ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു. ലോകേഷ് പടത്തിന്റെ ഒരു സംഭവം കിട്ടിയില്ലേ? ഐ മീൻ ആക്ഷനും വയലൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഓവറോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. സെക്കൻഡ് ഹാഫിന്റെ തുടക്കമൊക്കെ കുറച്ച് ബോറായിരുന്നു. പിന്നെ എൻഡിങ് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് നിർത്തി. ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു അതിന്. പക്ഷെ അതിനും വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. പാൻ ഇന്ത്യൻ പവർ ഹൗസ് സംഭവം എപ്പടി? ഹൗസിനൊരു പവർ അല്ലേ ബ്രോ? പവർ ഹൗസിനൊരു പവർ കട്ടായി പോയി. പവർ ഇടയ്ക്ക് കട്ടായി പോയി. വലിയൊരു ഗുമ്മില്ല. പിന്നെ കണ്ടോണ്ടിരിക്കാം. പിന്നെ ലെങ്ത് കുറച്ച് പ്രശ്നമാണ്. ഭയങ്കര മോശമായി പോയി. ഇത്രയും ലെങ്ത്തിലുള്ള കണ്ടന്റ് അതിനകത്തില്ല. പിന്നെ സിനിമ ഇടയ്ക്കിടയ്ക്ക് ഹൈപ്പ് മൂവ്മെന്റ് വരുമ്പോഴത്തേനും അപ്പം തന്നെ ഡ്രോപ്പ് ആയി പോയി. ഇത്ര എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ആ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തില്ല. ഇല്ല, അതിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പൊ അതൊരു ഇതായല്ലോ, എല്ലാവരും വെച്ച് പാൻ ഇന്ത്യ മൂവിക്ക് പാൻ ഇന്ത്യൻ സ്റ്റാർസ് പറഞ്ഞുള്ള ഒരു ഫോർമുല ആയി പോയി. നമ്മുടെ ജയിലറിൽ ലാലേട്ടൻ വന്ന പോലെയാണ് അമീർ ഖാന്റെ ഉള്ള പരിപാടി ഉണ്ടോ തിയേറ്ററിനകത്ത്? എന്തിനാ കത്തിയില്ലേ തിയേറ്റർ? എവിടെ കത്തി? ഒരറ്റം പോലും കത്തിയില്ല. ഇല്ല, പടം ഒരു 100% സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ആവറേജ് ഫിലിം. ലോകേഷിന്റെ സ്ഥിരം പാറ്റേൺ ഉള്ള ഒരു പടമാണെന്ന് തോന്നിയില്ല കണ്ടിട്ട്. ഗൂസ്ബംപ്സ് പോലും വന്നില്ല. അമീർ ഖാനൊക്കെ വന്നത് വെറുതെ ആയി. അമീർ ഖാൻ വന്നത് വെറുതെ ആയില്ല. ബട്ട് അമീർ ഖാൻ വന്നാലും ഒന്നും തോന്നിയില്ല. മറ്റേ ആ റോളക്സിന്റെ എഫക്റ്റ് പോലും അതിന്റെ 1% പോലും വന്നിട്ടില്ല. ഇന്റർവെല്ല് സീറ്റിൽ നിന്ന് എഴുന്നേക്കുമെന്ന് കാണുമെന്നാ പറഞ്ഞത്. പക്ഷെ ഞാനൊക്കെ സീറ്റിൽ എഴുന്നേന്ന് പോയി. ഉറങ്ങിപ്പോയി എന്നല്ലേ, ഇരുന്ന് പോയി. ഇത് കണ്ടിട്ട് എഴുന്നേക്കാൻ പോലും ഒന്നും തോന്നിയത് പോലും ഇല്ല. ഓക്കെ